സൈഫ്രസ് TDS ഉണ്ട്. ആണോ? റാഞ്ച് എടുക്കാം. അല്ലല്ല റാഞ്ച് വിളിക്കാം. റാഞ്ച് വിളിച്ചാൽ മതി. റാഞ്ചോ മതി. സൈഫർ വേണ്ട. അത് TDSന്റെ ലീഗല്ലേ, അത് വേണ്ട. നമുക്ക് സൈഫർ തന്നെ മറ്റേ ഇതെടുക്കാം. അമ്മ റാഞ്ചോ അടിച്ചെടുക്കാം. റാഞ്ചോ എടുക്കാം. ആ 2 ടർഫേ ഹോൾഡ് ചെയ്യാൻ പറ്റും. 2 ടർഫേ ഹോൾഡ് ചെയ്യാൻ പറ്റും. ബോഗ് വരുന്നുണ്ട്. പഴയ ഇമോട്ട് ഉണ്ടെന്ന് തോന്നുന്നടാ. സൂപ്പർ ഹീറോ ഉണ്ട്. അതുണ്ട്. ഇതാണ് ടർഫ്. ഇതാണ് ടർഫ് എന്ന് പറയണത്. ഇതില് കൊറേ ഏരിയ ഇപ്പം എടാ ഇതിനകത്ത് ഇപ്പൊ നോർമലി വരുമ്പോ ടർഫ് ഇൻഫ്ലുവൻസ് കാണിക്കത്തില്ല ടിവിയുടെ. അങ്ങനെ ഇല്ലല്ലേ? പണ്ടുണ്ടായിരുന്നു ഗൈസ്. ഇതാണ് ടർഫ് ആക്ച്വലി. ഇത് നേരത്തെ എന്ന് പറഞ്ഞ ഗൈസ്, നേരത്തെ എന്ന് പറഞ്ഞാൽ സിറ്റിയില്, ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. നേരത്തെ സിറ്റിയില് ബ്ലാക്ക് മണി, അതായത് ബ്ലാക്ക് മണി നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇതിനകത്ത്. അതായത് ബ്ലാക്ക് മണി വാഷ് ചെയ്തിട്ട് വൈറ്റ് ആക്കാമായിരുന്നു. അതായത് ഇപ്പം ബ്ലാക്ക് മണി കൊണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാം. നേരത്തെ ബ്ലാക്ക് മണി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വേറെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. അപ്പം ടർഫ് അടിച്ചെടുക്കുന്ന ടീംസിന് ഇതിനകത്ത് ഗ്രൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അത് ഓരോ ടർഫിനും ഓരോ ഗ്രൈൻഡിങ് ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ ഈ കറന്റ് ടർഫിന് ഗ്രൈൻഡിങ് ഇല്ല. അതുകൊണ്ട് സിറ്റിയിലെ ഒരു പേരറിയിക്കാൻ, ഡോമിനൻസ് കാണിക്കാൻ വേണ്ടി നമുക്കിപ്പോൾ ഹോൾഡ് ചെയ്യാം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കറന്റ് നമുക്ക് ടർഫ് അടിച്ചെടുത്താൽ. നീല അണ്ണു കൂപ്പിടാ ചരണ, നീല അണ്ണൂന്ന് കൂപ്പിടാ ചരൺ ദേവസ്. എടാ ഡെസ്ട്രോ എന്താടാ നിനക്ക്? വെറുതെ വള്ളി പിടിക്കാനായിട്ട്. മണി ട്രഫിലെ ഒരു പരുന്തുണ്ട് അവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു വലുതുണ്ടായിരുന്നല്ലോ, അത് ഇവിടെ തന്നെയാണോ? മേളിലത്തെ ലോസ്റ്റ് എന്തായി പോയിട്ടാ. ഇത് പിന്നൊന്നും വേണമായിരുന്നു. ഇതെന്തിന് ഇത് ലോസ്റ്റ് എന്തായി പോയി മേളില്. അത് മാത്രമേ കട്ട് ചെയ്ത് കളയാത്. ഇത് കൊള്ളാല്ലേ? ഗ്രൈൻഡിങ് ഒക്കെ കൊണ്ടുവന്ന നൈസായിരുന്നേനെ. മീൻസ് ഗ്യാങ്ങിലുള്ള ആൾക്കാർക്കും ഒരു എന്തെങ്കിലും ഒരു പരിപാടിയാവും. പിന്നെ എല്ലാ ഗ്യാങ്സിനും ഈ പറയണത് പോലെ കുറെ ഗ്യാങ് ആക്ടിവിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പക്ഷെ അങ്ങനെ വരുമ്പോ എനിക്ക് തോന്നുന്നു ക്ലബുകളുടെ എല്ലാം പരിധി പോകുന്നു. സ്നൈപ്പൊന്നും കറണ്ടൊന്നുമില്ല. സ്നൈപ്പ് നീലൻ, പിന്നെ ആരൊക്കെയാണ്? ഇറ്റാച്ചിക്ക് എന്ത് കളിച്ചവന്മാരൊക്കെ വിളിക്ക്. ആരും ഇല്ല, നമ്മൾ ഇത്ര പേരുള്ളൂ. നിന്റെ നല്ല കളിയായിരുന്നു, ഞങ്ങൾ കണ്ടോണ്ടിരിക്കുവായിരുന്നു കേട്ടാ. ഞാൻ കളിച്ചാലും കളിച്ചില്ലെങ്കിലും ഞാൻ ഉണ്ടാവത്തില്ല. എന്റെ കറണ്ട് പോയി സ്പോട്ടില്. അടിപൊളി, നൈസ്. അപ്പൊ ഇനി അപ്പാപ്പനോട് പറയാം ഈ ടർഫ് ഇങ്ങനെ തന്നെ നിക്കട്ടെ. ഇനിയിപ്പോ അടുത്ത ടർഫ് കറണ്ട് ഒക്കെ എല്ലായിടും ഫിക്സ് ആയിട്ട് മഴ വന്നിട്ട് വെക്കാന്ന് പറയാം കേട്ടാ. അത് നേരത്തെ വെച്ചാലോ ഉച്ചക്ക് 12 മണി. അത്ര ടർഫ് നമ്മുടെ ഇരിക്കട്ടെ. ഉച്ചക്ക് അടക്കം കറണ്ട് പോവാണ്, അതാണ് പ്രശ്നം. ആരും ഇല്ലാതെ നമ്മളിവിടെ 4 പേര് വന്ന് ഇങ്ങനെ വന്ന് നിന്നിട്ട് എന്ത് ചെയ്യാനാ? ഗെയിം ക്യാപ്ചറാ. ഇതെങ്ങനെ ബാക്ക് ചെയ്ത് വന്ന് ശരി. ഓക്കെ. അതുകൊണ്ട് ഇവിടെ നിന്നല്ലോ സ്പോണാവാ. നിനക്ക് എന്തൊക്കെ അറിയണോ വില്ലു മോനെ? വണ്ടിക്കകത്ത് ഹലോ ബ്രോ എന്തുപറ്റി? ഒന്നുമില്ല.
ആ അല്ലല്ല ഇവിടെ എന്തോ നിക്കുന്നെന്ന് ചോദിച്ചതാ. டாக்ஸ் அடிக்கும் ആ ഓക്കെ ഓക്കെ. இனிமேல கமிஷன் கொடுக்கணும் இந்த இடத்துல. ஓகேவா? இது நம்ம இடம். കോച്ച് കോച്ച് നോ ഇവിടെ വരച്ചിട്ടില്ല. ഇല്ല ഓൾ കോച്ച് ഓക്കെ ഓക്കെ. ஓகே 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 കോച്ച് ഇങ്ങോട്ട് വന്നേ, ഞാൻ ഇങ്ങോട്ട് കാര്യം പറയട്ടെ. നമ്മള് ജനങ്ങളോട് ഭയങ്കര ഇതായിട്ട് ചെയ്യണം. നമ്മൾ ആ ഒരു ഇത് കാണിക്കാൻ പാടില്ല, കാരണം ഇലക്ഷൻ വരുമോ അതൊക്കെ ജോക്കിയെ ബാധിക്കും. സിറ്റിസൺസിന്റെ അടുത്ത് നല്ല രീതിയിൽ മാത്രം പെരുമാറണം. നമ്മള് കുറച്ച് സ്നേഹത്തോടെ ഇലക്ഷൻ അത് കഴിയട്ടെ, ഇവരെ അടിച്ചിറക്കോലെ ഞാൻ ഇവിടെ ഇവരെ വേസ്റ്റ് കൊട്ടൊക്കെ അതിന് ഞാൻ തള്ളൂലേ, അതുവരെ സ്ഥാനം എടുത്തോട്ടെ. പിന്നെ അതുവരെ നമ്മള് ഒന്ന് ഇലക്ഷൻ വരെ നമ്മൾ എല്ലാ കാര്യങ്ങളും സഹിച്ചു കൊടുക്കട്ടെ. ഇലക്ഷൻ പരിപാടിക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്യട്ടെ. ഇല്ലില്ല, ബാക്കിയുള്ള പരിപാടി സെറ്റ് ആയിട്ടില്ല. ഇവിടെ ഇലക്ഷൻ നടക്കുമെന്ന് തന്നെ തീരുമാനിച്ചിട്ടില്ല. ജോക്കി സ്വന്തമായിട്ട് ഈ ക്യാമ്പയിൻ ഒക്കെ ചെയ്യണതല്ലേ, പാട്ട് വരെ എഴുതിയെന്നാണ് പറഞ്ഞത്. ആണല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പൊ എനിക്കറിയാം ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഈ എലക്ഷൻ അഥവാ നടന്നില്ലെങ്കിൽ പോലും ചുമ്മാ ഞാൻ വേണേ ഓപ്പോസിറ്റ് ചക്ക ഷാജി എന്നോ എല്ലാം പേരിട്ട് ഞാൻ പുറകെ വന്ന് ഞാൻ ഒപ്പോണന്റ് ആയിട്ട് നിൽക്കുക. ഒരു ദിവസം ജോക്കി ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു എലക്ഷൻ നടത്തിയിട്ട് ഭൂരിപക്ഷത്തോടെ ജയിച്ചു എന്ന് പറഞ്ഞ പുള്ളി ഒരുപാട് പ്രതീക്ഷയില്ല. ഇലക്ഷൻ വരുന്നുണ്ട്, വേറെ വരുന്നുണ്ട്. ഉറപ്പല്ലേ? പിന്നെ ഈ സിറ്റിയിലെ പോലീസ്, EMS, മറ്റേ DOJ ഇതെല്ലാം പുള്ളിയായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. സിറ്റിയിലെ എക്കണോമിയെ പുള്ളിയായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അയ്യോ അപ്പൊ അത് മതി. ഒന്നാലും പ്രശ്നമുണ്ട്, ഈ സിറ്റിന്ന് തന്നെ ഈ ശമ്പളം കൊടുക്കാനുള്ള പൈസയും പുള്ളി കണ്ടുപിടിക്കണം. എങ്ങനെ? പോലീസിനും EMSനൊക്കെ ശമ്പളം കൊടുക്കണ്ടേ, ആ പൈസയും മേയർ തന്നെ കണ്ടുപിടിക്കണം. പക്ഷെ അപ്പൊ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ പോലീസുകാര് ഫൈൻ കൂട്ടും, EMSകാര് പൊക്കുന്നതിന് കാശ് കൂട്ടും. അയ്യോ, പുള്ളി ഇതിലേക്ക് മേയർ ആയാൽ തന്നെ ഇതെല്ലാം കുറയ്ക്കുമെന്നാ പുള്ളി പറഞ്ഞിട്ടുള്ളത് ആദ്യം തന്നെ. അത് അപ്പൊ ശമ്പളം കിട്ടാതെ പോലീസുകാർ EMSകാര് പ്രശ്നം ഉണ്ടാക്കുമ്പോ താനെ കൂടിക്കോളും. ആ എന്തായാലും ജയിക്കുന്നവരെ വാഗ്ദാനങ്ങൾ കൊടുക്കാം. പാപ്പ പറഞ്ഞു. അപ്പൊ ഇതിന്റെ അകത്ത് എക്കണോമിക്സ് അറിയുന്നവരാണ് ഈ പരിപാടിയിലോട്ട്. എക്കണോമിക്സ് അറിയണമെന്നൊന്നുമില്ല. അതാണ് ഉദ്ദേശിച്ചത്, മണി മാനേജ്മെന്റ്. അതെ, മണി മാനേജ്മെന്റ്. എന്താ കേട്ടില്ല? വാസുവിന് വേണമെങ്കിൽ വേറെ ഇലക്ഷൻ നിക്കാം കേട്ടോ. ഒരിക്കലും മുഖത്തിന്റെ പ്രൗഢിക്ക് സത്യം പറഞ്ഞ വേറെ ലുക്കൊക്കെ ഉണ്ട്. ഇല്ല, ഗാങ്ങിലുള്ളവർക്ക് പറ്റൂലല്ലോ അതിന്. പറ്റുമോ? പിന്നെ ഇല്ല പാപ്പ, ജോക്കിക്ക് അത് ഇറങ്ങണതേ ജോക്കിക്ക് അത് ഇതാവോ പാപ്പ, വേണ്ട. ജോക്കി മതി നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് ജോക്കി. പിന്നെ അപ്പ എടാ നമ്മൾ ഈ മന്ത് കൺസൈൻമെന്റ് അടിച്ചില്ല. ഞാൻ എനിക്ക് ഒരു മിനിറ്റ് 300 കണ്ണിന്റെ അല്ല ഗണ്ണിന്റെ 300 ഗണ്ണിന്റെ കണക്ക് അവര് ഇവിടുന്നാ പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, അവര് വന്നിട്ട് പറയണം. എന്താ ഫോണൊക്കെ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നേ? ഹലോ, ആ കേക്കാവോ? അല്ലല്ല, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച. കേക്കെ, നമ്മൾ ഈ മാസം കൺസൈൻമെന്റ് അടിച്ചില്ലായിരുന്നേ. അപ്പൊ ഞങ്ങൾക്ക് ഒരു കൺസൈൻമെന്റ് അടിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? മാസം കഴിഞ്ഞല്ലോ. അങ്ങനെ പറയല്ലേ കേക്ക്. ഒരൊറ്റ ലോഡ് ഇറക്കി ഞങ്ങൾ അടിച്ചോളാം. നിങ്ങളുടെ ഞാൻ ചോദിച്ചപ്പോ നിങ്ങളുടെ 600 ഗണ്ണ് ഉണ്ടെന്ന് ചന്ദ്രൻ പറഞ്ഞോട്. അവൻ കള്ളൻ, ഞാൻ അന്ന് പറഞ്ഞില്ലേ. അവനാണെങ്കിൽ അന്ന് ആദ്യം ഞാന് ചന്ദ്രനെ പിടിച്ചില്ലേ, പിടിച്ചപ്പോ അവൻ വിറ്റ ഗണ്ണും കൂടെ ചേർത്ത് ചുമ്മാ മെസ്സ് അടിച്ചത്. അവൻ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് കേക്കയുടെ മുമ്പില് അവൻ കള്ളനാണെന്ന് ഇതുവരെ ഞാൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ള രീതി. കാരണം ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞത്, ഞാൻ കേക്കയോട് പറഞ്ഞിട്ടില്ലെന്ന്. അപ്പൊ ആ പ്രൗഢി കാണിക്കാൻ വേണ്ടി അവൻ പറഞ്ഞതാ അത്. ഞാൻ രണ്ടോടെ എടുത്ത് വെച്ചു. ഉറപ്പാണോ ചന്ദ്രാന്ന് വെച്ചപ്പോ ഉറപ്പാണ് ഞങ്ങക്ക് 700 ഗണ്ണോളം കയ്യിലുണ്ട്. കൗണ്ടും കൊടുത്തു തോന്നുന്നു കേട്ടോ. അയ്യോ അത്രയും കണ്ടില്ല. നമുക്ക് ആകെ ഒരു നുള്ളി പറക്കി നോക്കിയ ഒരു 100 ഗണ്ണ് 120 ഗണ്ണ് കാണും. ഞാൻ ഒരു മിനിറ്റ്, കൊച്ചുണ്ടി ഒന്ന് അകത്തേക്ക് കൊച്ചുണ്ടി. വള്ളന്റെ താക്കോല് കൊച്ചുണ്ടിയാ. ഞാൻ ഷേഡോ ഇങ്ങോട്ട് സംസാരിച്ചോട്ടെ. ഓൾറെഡി കണക്കെടുത്തോണ്ട് പോയായിരുന്നു. ഒന്ന് സംസാരിക്കും. ഓക്കെ. എന്താ വാട്സാപ്പിൽ എന്താ അണ്ണനെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. അണ്ണാ ആ ചുവന്നതുപോലെ കണ്ടപ്പോഴേ എനിക്ക് ആളെ പിടി കിട്ടി. മാറ്റി നോക്കൂ,
വാസന വന്നപ്പോഴേ ടർഫ് കിട്ടിയല്ലോ. എന്ത് കൊറേ നാളായല്ലോ. അത് കണ്ട അത് കണ്ട ആ ബിൽഡിംഗ് ആണ് അവസാനം തറയോണ്ട് ചത്തത്. അല്ലല്ല റാഞ്ചോ വന്നതിന്റെ ആ ഒരു ഐശ്വര്യം കണ്ട. വന്നപ്പോ തന്നെ നമ്മൾ ഇത്രയും നാളെ നോക്കിട്ട് കിട്ടാത്തത് വെറുതെ വെളിയിൽ നിന്ന് മേടിച്ചൊന്നില്ലേ. അങ്ങനെയല്ലേ ഏത് ഏതാ പഴയ ലുക്കൊന്നും മാറിട്ടില്ല. അമ്പത്തൂരിനാരായിട്ട് ഒരു വാസണ്ണ ഒന്ന് മൂളിയിരുന്നെങ്കിൽ ഒരു സാധനം എടുത്തിടായിരുന്നു. സാധനം എടുത്തിട്ടായിരുന്നു. അതല്ല വെൽക്കം ബാക്ക് ടു ടിവി വാച്ച് ഗോഗു. നീ വാറ്റിട് ആർച്ചാറ്റ് പക്ഷേ പണിയുണ്ട്. സോറിടാ അയ്യോ ഇതെങ്ങനെ ബെറ്റിക്കോട്ടല്ലേ ഇത്? വേറെ രണ്ടെണ്ണമാണ് രണ്ടുപേരും. ഇങ്ങനെ നോക്കിയാൽ ഫ്രണ്ടില് ഇങ്ങനെ നോക്കിയാൽ ഇന്നലെ ചന്ദ്രന്റെ വീട്ടിലൊന്ന് കിടന്നുറങ്ങിയതേ. എന്താ കൈ ജെട്ടിയോ? മാറ്റി നമുക്ക് ഇവിടെ തൊട്ട് പരിചയപ്പെടാം. നിരന്ന് നിക്കടാ. ടാക്സി ഇവിടുന്ന് ടാക്സി ഓടിക്കാൻ എടുക്കുന്നവന്മാര് അതൊന്നും പറയണ്ട. ഇവിടോട്ട് വരുന്നൊന്നും ചോദിക്കൊന്നും വേണ്ട. ആരുടെ സ്ലോട്ടില്ല എടാ ഗോകുനൊക്കെ. എടാ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയാം. ഞാനിപ്പോ ഫുള്ള് പൊക്കോണ്ടിരിക്കുകയാണെങ്കിലും ഗോകു തിരിച്ചു വന്ന് ഒരു സ്ലോട്ട് ചോദിച്ചാൽ ഞാൻ മാറിയിട്ടാണല്ലോ അവനെ ഇവിടെ കളിപ്പിക്കും. മനസ്സിലായ? കാരണം ഞാനിവിടെ എത്താനാണ് ഞാൻ എന്നും എല്ലാ ഡൗൺസിലും അപ്പിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അവൻ മാത്രം കൊണ്ട്. കാരണം അവനാണ് എനിക്ക് ഒരു യൂട്യൂബർ എന്നുള്ളൊരു ഐഡന്റിറ്റി എനിക്ക് തന്നത് പോലും. മനസ്സിലായേ? അവന് തിരിച്ച് കളിക്കാനൊരു ചാൻസ് അവൻ എൻ്റെ അടുത്ത് ഇതുപോലെ കളിക്കാനൊരു അവസരം അവന് ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ അത് കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ഉറപ്പായിട്ടും അവനെ ആ സമയത്ത് നമുക്ക് മാറ്റി നിർത്താൻ എനിക്ക് പറ്റൂല. ഞാൻ പറയാം, അവനിവിടെ ആക്റ്റീവ് ആവുന്ന സമയത്ത് അതെന്തായാലും എനിക്ക് പറ്റൂല. അവൻ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ മാറി സ്ലോട്ട് ഇടാന്ന് പറഞ്ഞില്ലേ? അപ്പോൾ സ്ലോട്ട് മാറ്റി ഇടുന്ന രീതിയിൽ അവൈലബിൾ അല്ലാത്ത ആൾക്കാരെ മാറ്റി കളിപ്പിക്കും. അത്രേ ഉള്ളൂ. ഞാൻ വേറൊരു റിക്രൂട്ട്മെന്റ് എന്തായാലും പുറത്തൊന്നും ഇപ്പൊ എടുക്കുന്നില്ല. പക്ഷെ അവന് ഇവിടെ കളിക്കുന്നതെന്ന് പറയുമ്പോൾ അതേ ഉള്ളൂ. ജോക്കി കറന്റ് നല്ല രീതിയിൽ ആ ഒരു ആർപ്പ് ചെയ്ത് കൊണ്ടുവയ്ക്കുക. ജോക്കി എന്നോട് ഇപ്പൊ ഗ്യാങ് സ്ലോട്ട് കളിക്കണമെന്ന് പറയുവാണെങ്കിൽ ജോക്കിയും ഗ്യാങ് സ്ലോട്ടിലിടും. മനസ്സിലായ? അത് വേറൊരു ഗോകുവിന്റെ കേസിൽ അത് കംപ്ലീറ്റ്ലി എനിക്ക് അത് എന്താ പറയാ, എന്റെ ഗ്യാങ് സ്ലോട്ട് അല്ല എന്റെ ഗ്യാങ് പ്രയോറിറ്റി എന്നൊക്കെ പറയണത് ഭയങ്കര എനിക്കത് ഒരിക്കലും ഇതായിട്ട് പറയാൻ പറ്റത്തില്ല. മീൻസ് ഞാൻ ഒറ്റ ഒരാളുടെ അടുത്ത് ഇങ്ങനെ പോയി പറഞ്ഞിട്ടുള്ളൂ, എടാ എന്റെ വീഡിയോ ഒന്ന് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ട് സപ്പോർട്ട് ചെയ്ത് തരുമോ ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്റെ തുടക്കത്തിൽ ഞാൻ അത് ഒരാളോടെ ഉള്ളൂ. അത് ഞാൻ ഗോകുവിനോടാ. അവൻ അന്നോട്ട് ഗോകുവിന്റെ ലൈവ് കാണുന്നവർക്കൊക്കെ അറിയാം. എന്നെ ഇവിടുത്തെ കുറെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് പോലും ഗോകുവിന്റെ കമ്മ്യൂണിറ്റി ടാബിൽ നിന്നും അവന്റെ ലൈവിൽ നിന്നുമാണ്. MRCയുടെ തുടക്കത്തിലുള്ള ലൈവ് കാണുന്നവർക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. അല്ലാത്തവർക്ക് അത് അറിയാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം എന്നെ ഈ കമ്മ്യൂണിറ്റിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവനാ. അല്ലല്ല, ഞാൻ ഇങ്ങനെ വെറുതെ പഴയ MRC കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്റെ ഗോകുവിന്റെ. പക്ഷെ വാസവനെ വലിയ ചതിയായി പോയി കേട്ടോ. എന്താ MRCയുടെ പുതിയ ലീഡർ വരുമെന്ന് പറഞ്ഞ് അവര് കാത്തിരുന്നിട്ട് അത് ഇവനാണെന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു കേട്ടാ. ഗോകുവാണെന്നൊക്കെ ആയിരുന്നു 2 ദിവസം ഫുൾ ഡിസ്കഷൻ. MRC മാറ്റി നോക്കുന്നില്ല. അത് വേണമായിരുന്നു. എടാ വാ, നമുക്ക് എല്ലാരും ഒന്ന് വന്നേ ഇങ്ങോട്ട്. ഇതാരാ കളർ ഡ്രസ് ഇട്ട് വന്നിരിക്കുന്നത്? സ്റ്റീവാ? എടാ ഡ്രസ് മാറിട്ട് വേടാ. മണി ട്രിപ്പ് ഞാനും അങ്ങനെയാ കണ്ടത്. അതറിയാം, ഒരുപാട് പേരുണ്ട് അങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ തുടക്കത്തെ ലൈവ് കണ്ടവർക്ക് മാത്രമേ അത് അറിയുള്ളൂ. എന്റെ തുടക്കം തൊട്ടുള്ള ലൈവുകൾ കാണുന്നവർക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. കാരണം നിങ്ങളിപ്പം വേറെ ചാറ്റുകളിൽ പോയിട്ട് വാസവണ ലൈവ് വരുമോ എന്ന് ചോദിക്കൂലേ? അതുപോലെ എന്റെ ചാറ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്പാം ആയിരുന്നു, ഗോഗു വരുമോ. അതിനു വേണ്ടിയാണ് കൂടുതൽ ആൾക്കാർ എന്റെ ലൈവ് കാണാൻ വന്നു തുടങ്ങിയത്. എന്റെ പബ്ജി ലൈവ് തുടക്കത്തിൽ ആൾക്കാർ കൂടുതൽ കാണാൻ വന്നത്
ഗോകു ഇന്ന് ലൈവ് വരുമോ? ഗോകു ഇവനാണ് ഒരു മടിയം പുണ്ട. ഞാൻ മറ്റേ ഡെയിലി എക്സ്ക്യൂസ് പറയും, ഗോകു ബ്രോ ഇന്ന് അവൈലബിൾ അല്ല, ഗോകു ബ്രോ തിരക്കില്ല. അങ്ങനെയായിരുന്നു എന്റെ ചാറ്റ്, മനസ്സിലായ? അയ്യോ സത്യം. എന്റെ കോച്ച്, നിങ്ങളിങ്ങനെ അനാവശ്യമായിട്ട് ഓരോന്നൊക്കെ ഇട്ട് ട്രിഗർ ചെയ്യല്ലേ. അവനാണ് തള്ളക്കിളി മൊത്തം കിട്ടുന്നത്. വെൽക്കം ഓണർന്നാ. കൊച്ചുപിള്ളേര് പ്രശ്നമായി തുടങ്ങിയത്. ഇപ്പൊ വരില്ല. ജയ് സുൽത്താൻ. എടാ എല്ലാരും എത്തിയില്ല, എല്ലാരും വാടാ, എല്ലാരും വാ, എല്ലാരും വാ. നിനക്ക് മാക്സിമം തള്ളക്കിളി വാറ്റം വന്നേ, വാറ്റം വന്നേ, വാറ്റം വന്നേ, വാറ്റം വന്നേ. വാറ്റേ, നീ എന്നെ വാസു എന്ന് വിളിച്ചാ മതി. വാസേ, മറ്റേ ഒന്നുകൂടെ മറ്റേ വെൽക്കം അത് ഒന്നുകൂടെ പറയാമോ? പിള്ളേരെ മുമ്പിൽ മാത്രം വിളിക്കുമ്പോ എനിക്ക് എന്തോ പോലെ. അല്ല മണി ട്രിപ്പിന്റെ ഫ്രണ്ടിലോട്ടിക്കാം, മണി ട്രിപ്പിന്റെ ഫ്രണ്ടിലോട്ടിക്കാം, ഫ്രണ്ടിലോട്ടിക്കാം. എല്ലാരും ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. പ്രായം കൂടുതലല്ലേ അത്. സോ ബോയ്സ്, നിങ്ങള് കൊറേ പുതിയ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് അറിയാം. പക്ഷെ ഇവിടെ ഈ സിറ്റിയിൽ ഞാൻ വരുന്നതിന് മുമ്പും ഒരുപാട് നാൾക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മഹത് വ്യക്തിയാണ് എന്റെ അടുത്ത് നിൽക്കുന്നത്. സോ ഞങ്ങൾ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരാണ്. നമ്മൾ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ഇവനെ എന്തോ മാല പിടിച്ചു പറിക്കണ കേസിലും എന്നെ ഒരു കൊലക്കേസിലും ഞാൻ അകത്ത് പോയ സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. എന്നേക്കാൾ മുമ്പേ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവുന്നു. പക്ഷെ എന്നാലും ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷവും ഞങ്ങള് നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ഒരു സമയത്ത് നമ്മുടെ ടിവിക്ക് വേണ്ടി ഒരുപാട് ടർഫുകളും വാറുകൾക്കും ഒക്കെ നീ സെൽഫ് ബിൽഡപ്പ് കളയണം. ഒരുപാട് വാറും ഒരുപാട് ടർഫിനൊക്കെ വേണ്ടി ചോര നീരാക്കിയ ഒരു പോരാളി കൂടിയാണ്. വെൽക്കമിങ് ബാക്ക് വാറ്റ് ഗോകു ടു ടിവിഎ as TVA വാറ്റ് ഗോകു. വെൽക്കം ടു ടിവിഎ. താങ്ക് യു. അപ്പൊ ഇനി കുറച്ച് ചിട്ടാളൊക്കെ വേണം കേട്ടോ. ഇനി കളി ചിരിയൊന്നും പറ്റത്തില്ല, കുറച്ച് ചിട്ടാളൊക്കെ വേണം കേട്ടോ. ടർഫ് കളിക്കുമ്പോ അറ്റത്തൊന്നും പോയി നിൽക്കല്, ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് റോൾ കേട്ടല്ലോ. ഇതിങ്ങോട്ട് കേട്ടാ മതി. ഗണ്ണടുത്ത ആമ എടുക്കാൻ മറക്കരുത് കേട്ടല്ലോ. നീ മൂന്നാമത്തെ റൂൾ, എന്നെ ആരും ഊക്കരുത്. ഇതാണ് എന്റെ ആ ഉള്ള 3 റൂൾ. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ടിവിഎ. ഞാൻ കമ്മിങ് ടു വെൽക്കം. പരിചയപ്പെടണ്ടേ കൊറേ കളവന്മാരെ കേറി പറഞ്ഞ വാസു. ഈ ഒരു ഉപകാരം ഇല്ലാത്തവരൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ആദ്യമായിട്ടായിരിക്കും ഒരു റിക്രൂട്ട്മെന്റിന് ഒരു അധിക പ്രസംഗം ടിവിയിൽ വരുന്നത് അല്ലേ? അതല്ല, പണ്ട് എന്റെ കണ്ണീന്ന് വെള്ളം വന്ന പോലെ ഒരു കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മനുഷ്യന്റെ എന്തൊക്കെയോ തലയിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലേ? ഇല്ല എന്റെ കണ്ണീന്ന് വെള്ളം വരുന്നില്ല. വാസു, ഈ മുടിയൊക്കെ നിറച്ച് കാലും മുട്ടിക്കുന്നവരൊക്കെ എന്തിനാ എടുക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, നീ എന്റെ പഴയതുപോലെ മാസ്റ്റർ വിളിച്ചോ.
ആ, കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് ആ, അതെ. എനിക്കറിഞ്ഞൂടെ എനിക്കറിഞ്ഞൂടെ സ്റ്റീവിനെ പിന്നെ അറിയാലോ. ഇതാണ് സ്റ്റീവ് ഉള്ളപ്പോഴേ ഉണ്ടായിരുന്ന ആളായിരുന്നല്ലോ. അതെ 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 അതെ. ഇത് പുതിയൊരു പയ്യനാണ് LX2. ലെക്സ് എന്ന് വിളിക്കും. ആ ലെക്സ് 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 എന്തിനു പറയടാ? കണ്ടത് ലെക്സ് സ്റ്റീവാണ് എന്റെ അച്ഛൻ, ഞാൻ സ്റ്റീവിന്റെ മോൻ, എല്ലാം പറ. ഞാൻ സ്റ്റീവിന്റെ ശിഷ്യനാണ്. വെൽക്കം 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 വെൽക്കം. ഇതാണ് ഡീമൻ. ഇതറിയാം പണ്ട് നിങ്ങൾ അട്ടപ്പാടിയിൽ പരിചയം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. നീ ഡീമൻ ആണെങ്കിൽ ഞാൻ മോൺസ്റ്ററാ, മോൺസ്റ്റർ കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് കേട്ടായിരുന്നു കേട്ടോ, ഒരു തുപ്പല് കേട്ടി വെച്ചിട്ടുണ്ടേ അവിടെ. കേട്ടോളെ 10,000 പേര് കേട്ടില്ല, 1000 പേര് കേട്ടു. ഇത് സാവേജ്. ഹായ് അണ്ണ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇത് ഗോകു, നീ ജോയിൻ ചെയ്തതിന് ഒരാഴ്ച മുമ്പ് ജോയിൻ ചെയ്ത പയ്യനാണ്. അതല്ല, വാറ്റ് ഗോകു എന്നാണ് വിളിച്ചത്. വാറ്റ് ഗോകു. ഇത് നീൽ. അറിയാ, കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് ഡെസ്ട്രോ. വയലിന്റെ ചെട്ടിയാ. അവന് തമിഴ് അറിയത്തുള്ളൂ, മലയാളം അറിയത്തില്ല. തമ്പി. സോറി. ഓക്കെ, വെൽക്കം വെൽക്കം. ഇത് പുതിയതാണ്. നീ വന്നതിന് ശേഷമുള്ള പുതിയൊരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഏബൽ. പിന്നെ നമ്മളെ ചെറുക്കൻ. അതെ. ഇത് അടുത്ത ആള്. വില്ലുവിനെ പിന്നെ അറിയാലോ, വില്ലു നീ ഉള്ളപ്പോ തന്നെ ഉണ്ടായിരുന്നു. അയ്യോ, അറിയണ്ട 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 അറിയണ്ട. ഇത് വാറ്റ് ഗോകു. ദിസ് ഈസ് മെസ് ബോയ് ഗോകു. ഇത് മാത്രം എനിക്കൊന്ന് അതെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എന്ത് പേര് മാറ്റാനാ? അത് അവന്റെ എന്തെങ്കിലും എങ്ങനെ നമുക്ക് ഒരു ഫസ്റ്റ് ഡേ തന്നെ അത് വിഷമോ. 2 ദിവസം കഴിയും. അല്ലെങ്കിൽ വേണ്ട, അത് അല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, കിടക്കട്ടെ. അതാകുമ്പോ എനിക്കും കേറി കളിക്കാൻ ഇടയ്ക്ക്. ഇതാണ് അടുത്ത ബോബി. ബോബിന്ന് ബോബോയ്ക്കുണ്ടായിരുന്നു. അല്ലല്ല, ഇത് ഇതറിയാലോ, അമ്പത്തൂർ. ഇവിടുന്ന് മാറിയില്ല മാറിയില്ല. ഇതാരാ പുതിയ മുടി വെച്ച് വന്നിരിക്കണേ? ഇതല്ല നിന്റെ പുച്ചി, നിന്റെ മുടി മാറ്റിയത്? അല്ല, വള്ളി പിടിക്കാൻ വേണ്ടി മാറ്റേ. വള്ളി പിടിക്കാൻ. ഇവൻ ആക്ച്വലി മലയാളമാണ് സംസാരിക്കുന്നത്, പക്ഷെ വേറൊരു മലയാളം നമ്മളാരും കേട്ടിട്ടില്ലാത്തൊരു ടൈപ്പ്. ഇതിനെക്കാട്ടും എനിക്ക് തമിഴ് അറിയാല്ലേ. അതാണ് പറഞ്ഞത്. ഇത് പുച്ചിറി. എടാ പുച്ചിറി, ഒരു വെൽക്കം കൊടുത്തേ വാറ്റിന്. വെൽക്കം ബാക്ക് പാറ്റണ്ണ. ഇവന് മറ്റേ ബേക്ക് എന്നാണ് പറയണത്. അതല്ലേ. ഇത് പിന്നെ ഇത് നമ്മള് ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ജപ്പാൻ ഇമ്പോർട്ട്. അറിയാം അറിയാം അറിയാം. എന്തെങ്കിലും ഉപയോഗം വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, ഈ ഇടയ്ക്ക് അടുത്ത ചെറിയ ചെറിയ ഉപകാരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കേറ്റിച്ചത്. ഇത് നീ കിണ്ടി ഉള്ളപ്പോ ഉണ്ടോ? അരഞ്ഞാണോ? ഞാൻ ഉള്ളപ്പോ ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, കിണ്ടി ഉള്ളപ്പോ ഇല്ല. കിണ്ടി ഉള്ളപ്പോ ഇല്ല. ഇത് മാഡി കിണ്ടി. കിണ്ടി. ഓക്കെ. ഒരു വലിയ കിണ്ടി ഉള്ളത് ചന്ദ്രന്റെ മാത്രമായിരുന്നു. അല്ല, ഇതിപ്പോ ഞാൻ കിണ്ടി. ബോയ്സ്, പുള്ളി എന്ത് തമാശ പറഞ്ഞാലും ചിരിച്ചു കൊടുക്കണം കേട്ടാ. ഇത് ഓൾറെഡി നമ്മള് പരിചയപ്പെട്ടതാ ഇവനെ. LX2. ഇതാണ് ഇത് ജുഗ്രു. നീയല്ലേ മറ്റേ അറബിയുടെ വേഷം കെട്ടിക്കൊണ്ടിരുന്നത്? അറബിയാ? അല്ലേ? അയ്യോ, ആള് പറയും. സോറി സോറി. അത് ഷേക്ക്. നിന്നെ കാണാറില്ലതോടെ മറന്നു കേട്ടാ. ഇത് സെക്കൻഡ്. ചെക്കനല്ല, കണ്ടൊരു സന്തോഷം. വെൽക്കം ബാക്ക്.
എനിക്കിതിന് വാഹത്തിൽ മാത്രം അറിയാം ഇപ്പോഴും ബാക്കിയെല്ലാം പറഞ്ഞു വയസ്സ് കൂടിയേ എന്താ നിനക്ക് അപ്പാപ്പനെ പിന്നെ എവിടെ വെച്ച് കണ്ടാലും മനസ്സിലാവും കേട്ടാ. പിന്നെ 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 മാറ്റിയ വേറൊരു കാര്യം ഉണ്ടായിരുന്നേ, ലീഡറിനും കോ ലീഡറിനും മാത്രമേ ഈ ഇതിനുള്ള പെർമിഷൻ ഉള്ളൂ. ഈ ഫുൾ കൈയെ അല്ല ഇപ്പൊ ഇട്ടോ കുഴപ്പമില്ല, പിന്നെ മാറ്റിയാ മതി. ആരാ ഇങ്ങനല്ലേ എന്തേ ഒന്ന് കാണണ്ടല്ലേ? അല്ല വാസന എനിക്കൊരു ആഗ്രഹമുണ്ട്. നമുക്ക് പണ്ടത്തെ വാറ്റുകൾക്ക് ശബ്ദം ഉണ്ടായിരുന്നു. ആ ശബ്ദം തിരിച്ചു വരാതെ ആ ശബ്ദം തിരിച്ചു വരാതെ വാറ്റുകോക്കുമാവോ? അതില്ല അതില്ല, അത് ശരിയാ. ആ പഴയ ശബ്ദം വേണം. അച്ഛൻ ദൈവം കോക്കും അച്ഛൻ അല്ല അത് പറഞ്ഞ കാര്യമില്ല. അച്ഛന്റെ ശബ്ദം മുടിഞ്ഞിരിക്കാണ് തലയെടുത്ത് വെച്ച് ഇങ്ങനെ സംസാരിക്കണം കേട്ടോ, ഇങ്ങനെ. അതെ അതെ ഇതാരാ? ഇതാരാ? നിർത്താണ്ട് പോവാൻ നോക്കുന്നു. അന്തസ്സുണ്ടോ അവന്? നീ ഇങ്ങനെ അക്രമശക്തല്ലടാ. കത്തിച്ചൂട്. ഗോകുവേ ഈ ചുവന്നുടുപ്പ് സ്നൈപ്പ്. നല്ലോണം അറിയാം. ഇന്നലെ ഒരു എഡിറ്റ്സ് ഉണ്ടായിരുന്നു. അവനെ കത്തിക്കൊന്നും ചെയ്യല്ലോ. എന്ത് ചെയ്യാൻ? അവന് ലോഡാവാത്ത ഹലോ 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 ഡ്രോപ്പ് എടാ അത് ലോഡാവാത്ത അവർക്കൊക്കെ ലോഡാവാത്ത ഇവിടെ ചില്ല ഗണ്ണം എടുത്ത് വെടിവെക്കല്ലേ. EMS പോണു ബ്രോ. ഹലോ EMS ഇവിടെ 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 ഇത് എന്താ EMS? ഹലോ EMS അല്ല സിറ്റുവേഷൻ ഇതാടാ സ്നൈപ്പാടാ EMS. കറക്റ്റ് സ്നൈപ്പ്. നീ പണിയുണ്ടോ? നീ ആറാ? നീ പ്ലംബർ എല്ലാം ഹലോ ബ്രോ ഓക്കെ ആണോ? ഇല്ല കയ്യൊന്നും പൊക്കട്ടെ കയ്യൊന്നും പൊക്കട്ടെ. ഓക്കെ അല്ലേ? ശബ്ദം കേൾക്കുന്നില്ല. എന്തോ ക്ഷമിക്കണേ, ബ്രേക്ക് കിട്ടിയില്ല. ആണല്ലേ? കുഴപ്പമില്ല. ക്ഷമിക്കല വെടിവെച്ചത് മനഃപൂർവ്വം അല്ല, അറിയാണ്ടാണ്. ഇല്ല ബ്രോ പോയിട്ടോ. നന്ദിയുണ്ട്. എന്റെ വണ്ടി എല്ലാരും കൺസൈൻമെന്റ് തൂറിയെന്നോ? ആര് എന്ത് കൺസൈൻമെന്റ്? അവൻ പോയില്ലേ? നമുക്കൊരു എടാ ഇത് എത്ര വണ്ടിയാടാ ഇതിന്റെ ഈ ടാക്സിക്കാരെല്ലാം അടിച്ചു ഓടിക്കടാ. വേണ്ട അടിക്കില്ല സസ്പെൻഷൻ ആണ്, ഗ്യാങ് സസ്പെൻഷൻ ആണ്. എടാ ഒരു അടുത്തവൻ ചത്തടാ ഇവിടെ. ഇവനെ അല്ലേലും ചാവണ്ടവനാ. കമ്മീഷൻ കേക്കല കമ്പേരിയല്ല ഇருக்கு. നമുക്കൊരു ഫോട്ടോ എടുക്കാം. എല്ലാരും വന്നടാ. ആരാ ഡൗൺ? അവനെ റെസ്റ്റ് ചെയ്യാം. അങ്ങോട്ടും അടിക്കൊന്നും ചെയ്യില്ല. നമുക്കൊരു ഫോട്ടോ എടുക്കണം. വാ
അണ്ണൻ നിക്കാം ഞങ്ങളുടെ ബാക്കി അണ്ണൻ നടുക്കി RP പ്ലേയേഴ്സാ അണ്ണാ നടുക്കി ഞാൻ വാ 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 ഇറങ്ങിക്കടാ പട്ടാ എന്റെ കശത്തുനിന്ന് ആരെങ്കിലും ഇതിനെ നടക്കണം. അണ്ണാ മറ്റേ ക്രോസ് ആംസ് ഇട്ടാണ് രായണ്ണ ക്രോസ് ആംസ് ഇട്ടാ കൈയിട്ടത് എങ്ങനെ എല്ലാരും ഗ്യാപ്പിടിക്കും മോബി കേറിക്ക് മോബി ഇതാരാ മേളിൽ കയറിയിരിക്കുന്നത് അമ്പത്തൂര് നിന്റെ സാമാന്യം ഇച്ചി ലെഫ്റ്റ് വേറെ സ്റ്റീവ് എന്ത് അവനെ കെട്ടിപ്പിടിച്ചിരിക്കും എന്റെ തോളത്ത്. അവൻ നിന്നോട് കുഴപ്പമില്ല നിക്ക് ഞാനൊരു പാട്ടിട്ടോട്ടെ ഒരു മിനിറ്റ് ഏത് പാട്ട് വേണം പറ ഏത് പാട്ട് വേണം നിങ്ങൾ പറ ഒരു പാട്ട് പറ ഗൈസ് ഞാൻ ഇടാം വെയിറ്റ് ചെയ്യും As a boy, I always knew I one day had the courage to be king. Time flew when I grew up. Now I'm ready for the promise that it brings. You only wanted me to screw up. Everything that you it was only in a dream. Never go when I'm rolling, and I know that I'm never breaking down. I control the flow, I'm so full of the sun in the ground. Always said it would be someday. Seeing castles in the clouds. One way, we're gonna step in the room. Everybody better You need a camera to take photos. Careful how you talk to എന്റെ me. ഫ്രണ്ടിൽ നിന്ന് കറക്റ്റ് ആവണം. Cause there's only one king. There's only one crown. ഞാൻ വേറൊരു പാട്ടിട്ട് തരാമേ നിങ്ങൾക്ക്. നിങ്ങൾ ബോബിന്റെ പാട്ട് കേട്ടോ? ബോബിന്റെ പാട്ട് കേട്ടോ നിങ്ങളെല്ലാരും? ബോബിന്റെ പാട്ട് കേട്ടില്ലെങ്കിൽ ബോബിന്റെ പാട്ടൂടെ കേൾക്കണേ. ഇതാണ് ബോബിന്റെ പാട്ട്. ആരൊക്കെ തിരുമാറി ആഡംബരത്തിനൊക്കെ ആളൊഴിഞ്ഞ പൂരം മതി ആരംഭമതു മതി നിനക്കുള്ള കുറി റെഡി പണ്ടാരോ പറഞ്ഞ പോലെ അടിക്കുന്ന തിരിച്ചടി അത് കേട്ടപ്പോൾ അമ്പത്തൂര് മാവണം. പിടിക്കണ പരലിനെ കണ്ടോ നിന്റെ പണക്കനും പഴത്തോലിയും പൊരിയും തമ്മിൽ തിരിച്ചറിയുന്നു നരങ്ങാടി യു നീഡ് ക്യാമറ ടു ടേക്ക് ഫോട്ടോ എന്ന് കാണിക്കുക. ഞാൻ പള്ളി പോകണ നേരം പാട്ടവനിപ്പായി ചെറുമുട്ടാൻ എന്റെ കണ്ണിലിട്ടൊരു കട്ടൻ ചായയിൽ ഉപ്പും കൂട്ടി തട്ടാൻ ഞാൻ പാട്ടുകൊണ്ട് പടപൊരുതും എന്റെ വാക്ക് തന്നെ വഴി എഴുതും ഞാൻ പാട്ടുകൊണ്ട് പടപൊരുതും എന്റെ വാക്ക് തന്നെ വഴി എഴുതും മൈക്ക് ഓണെന്നോ? മൈക്ക് ഓണാണ്. ഒരേ താഴ് എടാ എനിക്ക് ക്യാമറ ഇല്ലെന്നാ കാണിക്കണം. അതെന്താ ക്യാമറ പടക്കുക? യു നീഡ് ക്യാമറ ടു ടേക്ക് ഫോട്ടോസ്. അങ്ങനെ
അതല്ലടാ ഫോട്ടോ എടുക്കണമെങ്കിൽ ക്യാമറ അങ്ങനെ എന്തെങ്കിലും വേണ്ട എടുത്തോ ഉള്ളി ക്യാമറയാണോ? എന്താ ഇടണ്ടേ അപ്പൊ? ആംഗിൾ വെച്ച് ഞാൻ ഫോട്ടോ എടുക്കും. ഇതൊന്നും നോക്കാവില്ല, അത് ഫോട്ടോയിൽ മാത്രമേ വരുള്ളൂ. ഞാൻ നിങ്ങളടുത്തൊക്കെ ഒരു പ്രോമിസ് തന്നിരുന്നു. keeping the promise for audience. അടിച്ചെടുത്ത് തരുമെന്ന് പറഞ്ഞു, അടിച്ചെടുത്ത് തന്നെ. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു ദിവസം ഞാൻ തരുമെന്ന് പറഞ്ഞ. ഒരു മിനിറ്റ്, ആരും പോകുന്നില്ല, ഞാൻ ടിവിയുടെ പാട്ട് കൊടുത്തിട്ടോട്ടെ. താഴെ കോള് ஒரு பருந்த அந்த பருந்துக்கு 100 பசங்க ஒடி ஒளிஞ்சா மட்டும் வந்து தொடுவேன், அதை தடுக்க கூட யாரும் பத்தல. பட்ட வெட்டி பண்ணி தத்து பட்ட கள்ளம் பட்டையில் நிறந்தது பல விதம். தடா என்னும் தினமது கருஷிதம் தானே தானே சந்த கூட்டமே வட்டம் விட்டு பிடிச்சொரு பருந்தி. ഇവിടെ ഒരു താഴ്ന്നു വിളി കേൾക്കുന്നുണ്ടെങ്കിൽ കൂട്ടം അതിരടി നാട്ടം എതിരിട്ട പൂവൻ കൊലവിളി കണ്ടാലോടും. തലവെട്ടും കൂട്ടം അതിരടി നാട്ടം എതിരിട്ട കൊമ്പൻ കൊലവിളി കണ്ടാലോടും. ഇത് എവിടെയാ സേവ് ആവുന്നത്? ഇത് ഫോണിൽ സേവ് ആവോ? ഫോണിൽ സേവ് ആവോ? ഗാലറി സേവ് ആവോ? ഞാൻ ഇന്നത്തെ എടുത്ത് നോക്കുന്നില്ല. ഡിസ്കോഡിലാണല്ലേ? ഗൈസ് എല്ലാവരും വെൽ പ്ലേഡ്. താങ്ക് യു സോ മച്ച്. വെൽ ഫക്കിംഗ് പ്ലേഡ്. Let's fucking go! എടാ എല്ലാരും കോൺഗ്രസിന് മേലോട്ട് വെടി വെക്കോടാ.
മുച്ചിരി AFK, അതൊക്കെയറിയാം. താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സീരിയസ്ലി. നിങ്ങളുടെ അടുത്ത് ടീമിന് ഇത്രയും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു ഡൗൺ വന്നപ്പോൾ നിങ്ങൾ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്ത് മറ്റേ ഞങ്ങളെ മൂഞ്ചിച്ചില്ല, ഞങ്ങളെ ബ്രെയിൻ ഡെഡ് ആക്കിയില്ല. അതിന് നിങ്ങളുടെ അടുത്തൊരു പ്രത്യേക താങ്ക് യു, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് ആ ഒരു പ്രോമിസ് നിങ്ങൾക്ക് തന്ന പ്രോമിസ് എനിക്ക് കീപ്പ് ചെയ്യാൻ ഞാൻ എൻ്റെ ഒരു ഇത് പറയുക, ഞാൻ കുറച്ചുകൂടെ നേരത്തെ എനിക്കിത് അടിച്ചു തരണമെന്നായിരുന്നു നിങ്ങൾക്ക്. കാരണം നമ്മളിത് ഒരു വട്ടം അച്ചീവ് ചെയ്തതാണ്. എന്നാൽ ജസ്റ്റ് ആ ഒരു ഇമോട്ടിൻ്റെ പേരിൽ നമുക്കിതായപ്പോൾ എനിക്കും ഭയങ്കര വിഷമമായി, മനസ്സിലായോ? ലൈക്ക് ആ ഒരു വാക്കിംഗ് സ്റ്റൈലിലെ ഒരു ഇമോട്ടിൻ്റെ പേരിൽ അത് മാറിയപ്പോഴത്തേക്കിന് എനിക്കും അത് ഭയങ്കര വിഷമമായൊരു കാര്യമാണ്. അന്നേരം നമ്മൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ പറയണത് പോലെ നമ്മളിത് അടിച്ചു തരും, ഇത് അടിച്ചെടുത്തിരിക്കും എന്നുള്ളൊരു സാധനം നമ്മൾ ഓൾറെഡി പറഞ്ഞതാ. കറണ്ട് കറണ്ട് പോയേ ഞാൻ ഇറങ്ങുവാന്നേ. എന്തെല്ലാം വേറെ ഇല്ല വേറൊന്നുമില്ല. ഓക്കെ കറണ്ട് വന്നിട്ട് വരാം. ഓക്കെ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ ഗൈസ്. എല്ലാവരുടെ അടുത്തും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ആൻഡ് ഇത്രേ ഉള്ളൂ പറയാൻ. സിറ്റിയിൽ പാട്ടിടാൻ പറ്റത്തില്ലടാ, സിറ്റിയിൽ പാട്ടിടാൻ പറ്റത്തില്ല. ഒരു സിറ്റുവേഷൻ ആയതാണ്. 1 മണിയായടാ ഇപ്പൊ തന്നെ. ഇനി എപ്പോഴാ സിറ്റുവേഷൻ? ഞാനും പോകുന്നതാണ്. 1 മണിയായി. അതാ എടാ സിറ്റി പാട്ടിടാൻ പറ്റുമോടാ? എന്തുകൊണ്ടാ സിറ്റി പാട്ടിടാൻ പറ്റുമോ? പറ്റും. പക്ഷെ ഒരു സോഫ്റ്റ്വെയർ മേടിക്കാം. ഒരു സൗണ്ട് ബോർഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. എല്ലാവർക്കും കേൾക്കാവോ അതോ? ആ എല്ലാവർക്കും നമ്മളെ നമ്മുടെ അണ്ണന്റെ പുതിയ വേറെ ആരാടാ തത്സമയം ഉള്ളത്? പുതിയ ഇവിടെ ആരാ കിക്കിലാരാ ഉള്ളേ? വില്ലുണ്ടോ? ആ എടാ PO ഒന്ന് വില്ലുന്റെ ലൈവിലൊന്ന് കാണിക്കോ? എടാ PO ഉള്ളവരൊന്ന് വില്ലുന്റെ ലൈവിൽ കാണിക്കടാ.